തൃശൂർ പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പ് കടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ആന്റിവെനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും മൗനം തുടരുകയാണ് ആരോഗ്യവകുപ്പ്. അന്വേഷണ റിപ്പോർട്ട് 24 ലഭിച്ചു. മെയ് 24 കൃഷ്ണൻകോട്ട പാറക്കൽ ബിനോയിയുടെ മകൾ അൻവറിൻ ബിനോയ് എന്ന 3 വയസ്സുകാരിയെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ പാമ്പ് കടിച്ചത്. ബിനോയിയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ടോക്കൺ എടുക്കാൻ പറഞ്ഞ് കുടുംബത്തെ ക്യൂവിൽ നിർത്തി. കുട്ടിക്ക് പാമ്പ് കടിയേറ്റെന്ന് പലതവണ പറഞ്ഞെങ്കിലും ആന്റിവെനം ഉൾപ്പെടെ നൽകിയില്ല. പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ശ്വാസം മുട്ടിൻ്റെ മരുന്ന് എഴുതി. എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുന്നു കണ്ടപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോയി ആസ്പത്രി ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറയണ ആൻറ്റിവെനം അല്ല കുത്തിയേക്കണേ, അവരൊരു വേറെ എന്ത് ശ്വാസം മുട്ടിൻ്റെ മരുന്നാണ് കുത്തിയേക്കണേ, അതുകൊണ്ട് ആണ് ആൻറ്റിവെനം കുത്തിയിരുന്നെങ്കിൽ കൊച്ചിനെ കിട്ടിയേനെന്ന്. ബിനോയ് ഫോണിലൂടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും പാമ്പുകടിയേറ്റതിന്റെ ചികിത്സ നൽകിയില്ല. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അടിമുടി വീഴ്ച ഉണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ഈ ആസ്പത്രിയിൽ നിന്ന് ഒരു നേഴ്സിനെ ഒരാളെ വരെയും അവർ ഞങ്ങളെ കൂടെ പറഞ്ഞില്ല. ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന കൊച്ചിനെ നമുക്ക് പരമാവധി നീതി കിട്ടണം. അതായത് നാളെ ഒരു കൊച്ചിനെയും കൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടാണ്ടിരിക്കരുത്. ഡോക്ടർക്കെതിരെ നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് ഇപ്പോഴും മൗനം തുടരുകയാണ്. കുരുന്നു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ നിന്ന് മോചിതമാകാതെ കണ്ണീരിലാണ് കുടുംബം. സൂരജ് സജി, 24, തൃശൂർ.